സിനിമയിൽ മാത്രമല്ല സൈബർ തട്ടിപ്പുകാർക്കിടയിലും ഡബിൾ റോൾ അഭിനയിക്കുന്നവരുണ്ട് കേട്ടോ. OLX പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാൻ വെച്ച സാധനങ്ങളുടെ പേരിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നത്. വിൽപ്പനയ്ക്ക് വെച്ച ആളുടെ മുന്നിൽ വാങ്ങുന്ന ആളായും വാങ്ങുന്ന ആൾക്ക് മുന്നിൽ വിൽപ്പനക്കാരനായും ഒരേ സമയം എത്തിയാണ് പണം തട്ടുന്നത്. യൂട്യൂബർ അരുണിന് 1,20,000 രൂപയാണ് ഇത്തരം തട്ടിപ്പിലൂടെ നഷ്ടമായത്. കേരളത്തിലുടനീളം തട്ടിപ്പ് വ്യാപകമായിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. ഷബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. നമ്മളിതുവരെ അധികം കേട്ട് പരിചയിച്ചിട്ടില്ലാത്തൊരു തരം തട്ടിപ്പിനാണ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള അരുൺ ഇരയായിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ വാഹനങ്ങളോ ഉപകരണങ്ങളോ ഒക്കെ വിൽക്കാനോ വാങ്ങാനോ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ടാണ് തട്ടിപ്പ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ തട്ടിപ്പിൻ്റെ ഒരു രീതി? ഇത് പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള ഒരു കേസാണ്. അപ്പം നമ്മൾ അതിനു മുമ്പേ ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ പൈസ പോയി അല്ലേ? 1,20,000 രൂപ പോയി. എന്നുവെച്ചാൽ നമ്മുടെ ഷോറൂമിലേക്ക് ബൈക്ക് വന്നിട്ടുണ്ട്, ബൈക്കിൻ്റെ പേപ്പേഴ്സ് വന്നിട്ടുണ്ട്, ഓണറിൻ്റെ ആധാർ കാർഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചൊരാൾ ആ പൈസ കൊണ്ടുപോയി. പൈസ ഇട്ട് കൊടുത്ത വശം ബ്ലോക്കായി. പക്ഷേ എനിക്ക് വണ്ടി കൊണ്ടുവന്ന ആൾ വെയിറ്റ് ചെയ്യുക പൈസയ്ക്ക് വേണ്ടിയിട്ട്. അവൻ ഇതേപോലെ പറ്റിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഷോറൂമിൻ്റെ പാർട്ട്ണറാണെന്നും പറഞ്ഞിട്ടാണ് അവനെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ തുടക്കം മുതൽ, അതായത് നമ്മൾ OLXിൽ ഒരു പ്രൊഡക്റ്റ് ആഡ് ഇടുന്നു, അവരെ ഇവൻ ടാർഗറ്റ് ചെയ്യും. അതായത് ഞങ്ങൾ ഈ സാധനം വാങ്ങാം, എനിക്ക് പാർട്ട്ണർഷിപ്പില്ല. അവൻ തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പോ അല്ലെങ്കിൽ യൂസ്ഡ് ബൈക്കിൻ്റെ ഷോറൂമോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതാ കടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഗൂഗിൾ മാപ്പിൽ അതൊക്കെ ലൊക്കേഷനൊക്കെ നോക്കി ഈ വിക്കട്ട ആളുടെ നിന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, RC ഓണറിൻ്റെ നമ്പർ, ആധാർ കാർഡ്, RC ബുക്ക്, എല്ലാ കാര്യങ്ങളും വാങ്ങും. എന്നിട്ട് നേരെ ആ ഷോറൂമിലത്തെ ആൾക്കാരെ വിളിച്ചിട്ട് അവൻ്റെ വണ്ടിയാണ്, അവൻ പുറത്താണ്, അതുകൊണ്ട് എൻ്റെ ഒരു വണ്ടി ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്, നിങ്ങളത് വാങ്ങണമെന്നും പറഞ്ഞിട്ട് വിടും. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളും ആ കൊടുത്തു വിടുന്ന ആളും തമ്മിൽ സംസാരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കില്ല. ഇവ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടാവും കമ്മീഷൻ കയറ്റി വയ്ക്കും, അതുകൊണ്ട് നിങ്ങളായിട്ട് ഡയറക്റ്റ് സംസാരിക്കേണ്ട പ്രൈസ് നല്ല എമൗണ്ട് ഞാൻ വാങ്ങിച്ചു തരാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഓണർഷിപ്പിലാണ് ഈ ഒരു ഷോറൂം അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് പറയും ആ വന്നോ കമ്മീഷൻ അടിക്കും, അതുകൊണ്ട് കറക്റ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് എനിക്ക് തന്നാൽ മതി എന്ന് പറയും. നമ്മളെല്ലാ കരാറ് എഴുതിയിട്ട് പേയ്മെൻറ്റ് ഇട്ട് കൊടുത്ത വെച്ചാൽ നമ്മൾ ബ്ലോക്കാക്കി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ കൊണ്ടുവന്ന ആൾ പോകണില്ല. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ എന്താ പ്രൂഫ് പോകാത്തെ, എനിക്ക് ആ നിങ്ങളുടെ മാനേജർ പൈസ ഇട്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് തട്ടിപ്പ് മനസ്സിലായി. നമ്മളൊരു അതാണ് തട്ടിപ്പിന്റെ പല രൂപങ്ങളാണ്. വാങ്ങുന്നവനായും വിൽക്കുന്നവനായും അങ്ങനെ എന്തൊക്കെ റോളിലെത്തിയാണ് ഓരോ തട്ടിപ്പും നടക്കുന്നത്. വിശദമായ അന്വേഷണം തന്നെ പോലീസ് നടത്തേണ്ടുന്ന വിഷയമാണ്.